നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷമേ 13:8 അതിമനോഹരമായൊരു വചനമുണ്ട്. യോഹന്നാൻ 13:8 കഴുകുമ്പോഴൊക്കെ ഓർക്കണം, ജ്ഞാനസ്ഥാനം ഇങ്ങനെ പിന്തുടർച്ചയാണ്, തുറന്നുകൊണ്ടേയിരിക്കും. എന്തിനാണ് ഇങ്ങനെ കഴുകണത്? ഇടയ്ക്കിടയ്ക്ക് കഴുകണത് എങ്ങനെയാണ്? ഓരോരോ സങ്കടം വരത്തില്ല, അത് കഴുകലാണ് കർത്താവിൻ്റെ. നമുക്കുണ്ടാകുന്ന ഓരോ സഫറിങ് അല്ലേ അത്. വെൻ വി ടേക്ക് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ എടുക്കുമ്പോൾ കർത്താവ് കഴുകണ പോലെ ഇരിക്കും. കർത്താവ് കഴുകിയാൽ എന്നാ സംഭവിക്കും? കർത്താവാണ്. ഇപ്പം നമുക്ക് സങ്കടം വന്നു അല്ലേ, മറ്റുള്ളവരുണ്ടാക്കണം, അപ്പനുണ്ടാക്കട്ടെ, അല്ലെങ്കിൽ അമ്മായിയപ്പനുണ്ടാക്കട്ടെ, അല്ലെങ്കിൽ മരുമകളുണ്ടാക്കട്ടെ, അതല്ല, അവരെല്ലാം ഏജൻറ്റുമാരാ. അവർക്ക് ഇതിനകത്ത് പങ്കില്ല. ഇവിടുന്ന് പങ്കുള്ള ആർക്കാണ്? ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ, അതാണ് യോഹന്നാൻ 13:8. അപ്പോൾ കഴുകണത് കർത്താവാണെന്ന് വിചാരിച്ചാൽ വിഷയങ്ങൾ വളരെ എളുപ്പമാകും. എന്തിനാണ് കർത്താവ് കഴുകണത്? ജ്ഞാനസ്ഥാനം ഒരു പങ്കാണ്. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടായിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്തിനുള്ള പങ്കാണ്? നിത്യത. നമ്മുടെ ഓരോ സഹനവും അത് വിൽ ഓഫ് ഗോഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിത്യതയിലാണ് പങ്ക് കിട്ടുന്നത്. നിത്യതയുമായിട്ടാണ് നമ്മൾ പങ്ക്. കർത്താവിനോട് പങ്കെന്ന് പറഞ്ഞാൽ എന്താണ്? 13:8 പറയണത് എന്താണ്? ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ, ഏറ്റു പറഞ്ഞേ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കുണ്ടായിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തിനാണ്? കർത്താവിൻ്റെ കൂടെ പങ്കുണ്ടാകണം. എവിടെയാണ്? നിത്യതയാണ്. കർത്താവ് നമുക്ക് വേണ്ടി നേടിത്തന്നത് എന്താണ്? നിത്യതയാണ്. ഈ നിത്യത നേടാനുള്ള കഴിവ്, അതാണ് ദൈവപുത്ര സ്വീകാര്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അവരെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ദൈവമക്കളാകണേ എങ്ങനെയാണ്? ജ്ഞാനസ്ഥാനത്തിലൂടെയാണ് അല്ലേ? ജ്ഞാനസ്ഥാനം എന്ന കൂദാശ പഠിക്കുമ്പോൾ എന്താ പറയണത്? നമ്മളെ ക്രൈസ്തവരും ഉത്ഭവദോഷം നീക്കി, കർമ്മദോഷമുണ്ടെങ്കിൽ അതും നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളുമാക്കി മാറ്റുന്ന കൂദാശയാണ്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ആരായിട്ട് മാറും? ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ മക്കൾ ആരാണ്? അവകാശികളാണ്. എന്തിൽ അവകാശികളാണ്? ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടാവത്തില്ല. എന്താണ്? നിത്യതയിലുള്ള പങ്കാണ് ദൈവമക്കൾക്ക് കിട്ടണത്. ഈ നിത്യത ആർജിക്കാനുള്ളതാണ് കഴിവെന്ന് പറയണത്. അതാണ് ഈ യോഹന്നാൻ 12:1 പറയണത്. എന്താ പറയണത്? അതായത് അവരെ സ്വീകരിച്ചവർക്കെല്ലാം എന്ന് വെച്ചാൽ അവനിലൂടെ സഹനങ്ങളെ സ്വീകരിച്ചവർക്കെല്ലാം. അതാണ്. വെറുതെ യേശുവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. യേശുവിനെ സ്വീകരിക്കുക. എല്ലാ വചനങ്ങളിലും യേശുവുണ്ട്. എല്ലാ വചനങ്ങളിലും സകലത്തിൻ്റെ സാധ്യതകളുണ്ട്. അത് നിറവേറ്റുമ്പോൾ അങ്ങനെ ആ വചനങ്ങളിലുള്ള യേശുവിനെ, വചനത്തിലുള്ള സകലത്തെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കാനുള്ള കഴിവ് അവനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവാണത്. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. പ്രിയപ്പെട്ടവരെ, ഈ കഴിവ് എങ്ങനെയാണ്? നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയല്ല, കഴിവ് നൽകപ്പെടുകയാണ്. അതാണ് 12:1, അതായത് 1:12 പറയണത്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അതായത് ഓരോ വചനത്തിലുള്ള അവനുണ്ട്, എല്ലാ വചനത്തിലും അവനുണ്ട്, ക്രിസ്തു ഇരിപ്പുണ്ട്. ചിലപ്പോൾ ആ വചനം നിറവേറ്റാൻ ആവശ്യമായ സഹനത്തിൻ്റെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതാരാണ് തരണത്? ക്രിസ്തു തരുമെന്നാണ് പറയണത്. അതാണ് സംഭവം. അപ്പോൾ എൻ്റെ മക്കളെ, ഒരു വചനം നിവൃത്തിയാക്കാൻ പറ്റണില്ല എന്ന് വിചാരിച്ചോ, അപ്പോൾ അതിനൊരു കഴിവുണ്ട്, കപ്പാസിറ്റി ഉണ്ട്, ഒരു എബിലിറ്റി ഉണ്ട്. അത് നിവൃത്തിയാക്കാനുള്ള അത് തരേണ്ടത് ആരാണ്? ക്രിസ്തുവാണ്. അപ്പം നമ്മൾ മുട്ടി നിന്ന്, കർത്താവേ, ഈ വചനം പാലിക്കാൻ എനിക്ക് കഴിവ് നൽകണമേ. ഈ വചനം പാലിക്കാൻ, അതാണ് അത് നിന്നെ ദൈവമകളായി മാറ്റും, ദൈവമകനായി മാറ്റും. അത് നിത്യതയിൽ നിനക്ക് പങ്കു തരും. അതാണ് സംഭവം.
അപ്പം അത് വിവേചിച്ച് മനസ്സിലാക്കണം. ഇപ്പം ഏതെങ്കിലും ഒരു കഴിവ് ഏതെങ്കിലും വചനം പാലിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ പറ്റുക എന്ന് വെച്ചാൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു രോഗം വന്നു, യു മസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. അതൊരു കഴിവാണ്. അവനെ സ്വീകരിക്കണം. അവനെ സ്വീകരിക്കുക. അപ്പോൾ രോഗം ചിലപ്പോൾ ആ സഹനത്തിലൂടെ ആയിരിക്കും. ആ സഹനത്തെ സ്വീകരിക്കുക വഴി നമ്മൾ അവനെയാണ് സ്വീകരിക്കുന്നത്. ആരെ? ആ വചനത്തെയാണ് സ്വീകരിക്കുന്നത്. അത് എന്തിനെ സ്വീകരിക്കുന്നവർക്കെല്ലാം എന്താ സംഭവിക്കുന്നത്? ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ആ കഴിവ് എന്താണ് ശരിക്കും നമുക്ക് ലഭിക്കുന്നത്? ആ കഴിവിലൂടെ നിത്യതയാണ്. കാര്യം ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കുണ്ടാകത്തില്ല എന്ന് പറയുന്ന 13:8 വചനം. ആ നിത്യതയിൽ നമുക്ക് പങ്ക് ലഭിക്കുക. അപ്പോഴേ അതായത് ചില വചനങ്ങൾ ഈസിയായിട്ട് നമുക്ക് നിവർത്തിയാക്കാൻ പറ്റാത്ത കഠിന വചനങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ചില പ്രാർത്ഥനയ്ക്ക് ഉത്തരം പോലും കിട്ടത്തില്ല. ഉത്തരമെന്ന് പറയണത് എന്താണ്? അവിടുത്തെ ഉത്തരം എന്താണ്? നിത്യതയാണ് ഉത്തരം. അങ്ങനെ ഇപ്പോൾ ഈശോ തന്നെ ഏറ്റവും നല്ല കഴിവുള്ളൊരു മകനാണ് ഈശോ. പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും നല്ല കഴിവുള്ള മകനാരാണ്? ഈശോയാണ്. അതാണ് ഈശോ പറയുന്നത്, അപ്പാ ആബാ എന്നാണ് വിളിക്കണത്. അപ്പനെ ഈശോ വിളിക്കണ ആബാ എന്ന് വെച്ചാൽ അറമായ കുഞ്ഞുങ്ങൾ വിളിക്കുന്ന പേരാണ് ആബാ. നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ വിളിക്കുക കിടക്കുക ആബാ എന്ന്, അല്ലേ? കുഞ്ഞുമില്ലേ ഈ കുഞ്ഞുങ്ങളെപ്പോഴും കുഞ്ഞുങ്ങളെ അപ്പ എന്നൊക്കെ തിരിച്ച് വിളിക്കത്തില്ലല്ലോ, ആബാ. അതാണ് ആബാ. പരമമായ ആശ്രയത്തിലേക്ക് വരുമ്പോൾ വിളിക്കുന്ന പേരാണ് ആബാ. പിതാവേ, അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്. സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. എങ്കിലും അതാണ് പ്രശ്നം. അതാണ് കഴിവ്. അവിടെയാണ് കഴിവ് വരണത്. അവിടെയാണ് ഈ ദൈവമക്കളുടെ കഴിവെന്ന് പറയുന്നത്. എന്താണ്? ആബാ പിതാവേ. അതാ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 14:36 അല്ലേ? 14, 35, 36 മർക്കോസിൻ്റെ സുവിശേഷം. ആബാ പിതാവേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്. 14:36 മർക്കോസിൻ്റെ സുവിശേഷം. അങ്ങേക്കെല്ലാം സാധ്യമാണ്. അതാണ് വിശ്വാസം. അപ്പോഴും ഏറ്റുപറയും. പ്രത്യാശ അപ്പോഴും ഏറ്റുപറയും. ദൈവസ്നേഹം അപ്പോഴും ഏറ്റുപറയും. സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ നമുക്ക് നിവർത്തിയില്ലാത്ത കൊണ്ട് നമ്മൾ സ്വീകരിക്കണമല്ല പറയണത്. അത് ദൈവത്തിൽ വിശ്വാസം. ദൈവത്തിൽ നിന്ന് സഹനം സ്വീകരിക്കാൻ പോകുമ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം യേശു ഏറ്റുപറയും. അതാണ് കംപ്ലീറ്റ് സൺ. ഈശോയാണ് സമ്പൂർണമായ ദൈവമകൻ. എന്താ പറയുക? അതാണ് കഴിവുള്ള ആൾ. എന്താണ്? അബാ പിതാവേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്. അത് മഹാമനോഹരമായൊരു വാക്കാണ്. 14:34 വചനം മർക്കോസിൻ്റെ സുവിശേഷം. അങ്ങേക്കെല്ലാം സാധ്യമാണ്. ആദ്യമേ അത് പറയും. ആദ്യം വിശ്വാസം ഏറ്റുപറയും, പ്രത്യാശ ഏറ്റുപറയും, ദൈവസ്നേഹം ഏറ്റുപറയും, ദൈവിക പുണ്യങ്ങളെല്ലാം ഏറ്റുപറയും. എന്നിട്ട് പറയും, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. ഇത് കഴിയുമ്പോഴാണ് കഴിവ് പറയണത്. ദൈവമക്കളുടെ കഴിവ് പറയണത് എന്താണ്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അതാണ് കഴിവ്. എന്നാൽ ദൈവ ഇഷ്ടം നിറവേറ്റാനുള്ള ഒരു വ്യക്തിയുടെ സമർപ്പണമാണ് ദൈവ മക്കൾക്കനുസരിച്ചുള്ള മർക്കോസിന് യോഹന്നാൻ 1:12 കഴിവ്. അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ മനസ്സ് സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ തിരുഹിതം സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, യേശുക്രിസ്തു ഉണ്ടായിരുന്ന അതേ കഴിവിനാൽ, ദൈവഹിതത്തെ സ്വീകരിക്കാനുള്ള കഴിവിനാൽ, എൻ്റെ ഹിതത്തിന് എതിരെ ദൈവത്തിന് തിരുമനസ് സ്വീകരിക്കാനുള്ള കഴിവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികടേ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പിതാവിൻ്റെ തിരുവിഷ്ടത്തിന് ഈശോ നിത്യതയിൽ നമുക്ക് പങ്ക് ലഭിക്കുന്ന പിതാവിൻ്റെ തിരുവിഷ്ടമില്ലേ, നമുക്ക് നടപ്പിൽ വരുത്താൻ പ്രയാസമുള്ള ദൈവവചനം അല്ലേ, അത് പിതാവിൻ്റെ തിരുമനസ്. അത് സ്വീകരിക്കുന്നതിന് ഈശോ എന്നാ പറയണത് അറിയാമോ? ഈശോ പറയണത്, ദൈവ തിരുമനസ്സിനെ ഈശോ വിളിക്കുന്ന പേര് ആഹാരമെന്നാണ്. ഇത് ഭയങ്കര രസമാണ് ശരിക്കും. ദൈവ തിരുമനസ്സിനെ ഈശോ വിളിക്കുന്ന പേരെന്താണ്? ബ്രെഡ്. അപ്പം എന്നാ വിളിക്കണേ. അതുകൊണ്ടാണ് അപ്പവും കൊണ്ട് വന്ന് നിൽക്കത്തില്ലേ കുറേ ആൾക്കാർ. ഈശോ സമരക്കാരിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്രോസ് ഉച്ചഭക്ഷണം കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ, ഗുരു ഭക്ഷണം കഴിച്ചാലും എന്ന് പറയും അല്ലേ.
അപ്പോൾ ഈശോ എന്നാ പറയണത്? നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. എന്ത് വചനമാണ്! അതായത് നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. അപ്പോഴേ പത്രോസ് വിചാരിക്കും, ഇപ്പോൾ യോഹന്നാൻ 4:32 നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. അപ്പോൾ പത്രോസ് ഈസിയായിട്ട് പറയും, ആരെങ്കിലും കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത്, നമ്മൾ പോയ സമയത്ത് ആരെങ്കിലും കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് കാണുമോ? പക്ഷേ ഈശോ 4:34 കറക്റ്റായിട്ട് പറയും. ഈശോ എന്താ ഉദ്ദേശിച്ചത്? നമ്മളറിയാത്ത ഭക്ഷണം എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 4:34 ഒന്ന് ഏറ്റു പറഞ്ഞേ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. അപ്പോഴേ ദൈവേഷ്ടം നിറവേറ്റുന്നതിനാണ് ഈശോ എന്താ പറയണത്? ആഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഇഷ്ടം നിറവേറ്റണത് നമ്മുടെ സാധാരണ ആഹാരമാണ് ഇല്ലേ? അടിസ്ഥാന സൗകര്യങ്ങൾ, ഇപ്പോൾ വസ്ത്രം, വീട്, ഭക്ഷണം, അത് നമ്മുടെ ഇഷ്ടമാണ്. അതിനോട് ബന്ധപ്പെട്ട എല്ലാം നമ്മുടെ സംതൃപ്തിക്ക് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നത് അതൊരു ആഹാരമാണ്, ഭൗതികമായ ആഹാരം. പക്ഷേ ഈശോ പറയണത് 2 തരം ആഹാരമുണ്ട്. പിതാവിൻ്റെ ഇഷ്ടം, ഇനി നമ്മുടെ ഇഷ്ടം നിറവേറ്റണത് ഭൗതികമായ ആഹാരം. ഇനി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണത് എന്താണ്? അതും ആഹാരമാണ്. അറിയാത്ത ആഹാരം എന്ന് പറഞ്ഞാൽ അതാണ്. ഈ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോൾ എന്താ നമുക്ക് ലഭിക്കണത്? നമ്മുടെ ഇഷ്ടം നിറവേറ്റുമ്പോൾ നമുക്ക് അനുദിന ദിവസത്തിനുള്ള കഴിച്ചുകൂടലുള്ള നിലനിൽപ്പിൻ്റെ ശക്തി, ഭൗതിക ശക്തി ലഭിക്കും അല്ലേ? ഇനി പിതാവിന് ഇഷ്ടം നിറവേറ്റണതാ, അത് നിത്യതയാണ് ആഹാരം. അതാണ് എന്നോടുകൂടെ പങ്കെന്ന് ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടാകത്തില്ല. അപ്പം അതിനെന്ത് ചെയ്യണം? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണം. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാവട്ടെ. ഇപ്പോൾ യോഹന്നാൻ ശ്ലീഹായില്ലേ, യോഹന്നാൻ ശ്ലീഹയാണ് ഇതിൻ്റെ അകത്ത് ഭയങ്കര ചൈതന്യമുള്ള ആൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. അദ്ദേഹം ലേഖനം എഴുതിയപ്പോൾ എന്നാ പറഞ്ഞത്? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാവട്ടെ. 1 യോഹന്നാൻ 2:17 പിതാവിൻ്റെ ഒന്ന് ഏറ്റു പറഞ്ഞ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാവട്ടെ, എന്നേക്കും നിലനിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴേ നമ്മുടെ ഇഷ്ടം നിറവേറ്റിയാൽ ഈ ലോക ജീവിതവും, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയാൽ നിത്യജീവിതം. ഇറ്റ്സ് ഓക്കെ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളിൽ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങൾ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങൾ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങൾ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങൾ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങൾ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങൾ സാക്ഷികളാകും. ഈ നമ്മൾ ദിവകുർബാനയല്ലേ കണ്ടുകൊണ്ടിരിക്കണം അല്ലേ? ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാര സംഗ്രഹമാണ് ദിവകുർബാന. ദിവകുർബാന കാണുമ്പോൾ, അപ്പം കാണുമ്പോൾ ഓർക്കണം, ഇഹലോകത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ അപ്പം വേണം, നിത്യതയിലും അപ്പം തന്നെയാണ്. ഇഹലോകത്ത് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹം അനുസരിച്ച് നിറവേറുമ്പോഴാണ് നമുക്ക് ഭൗതിക അപ്പം കിട്ടുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറുമ്പോഴാണ് നിത്യത ലഭിക്കുന്നത്. എല്ലാം അപ്പത്തിൻ്റെ രൂപത്തിലാണ്. അതാണ് ഈ ആഹാരം ഒരു പ്രധാനപ്പെട്ട പ്രതീകമായി ഈശോ ഉപയോഗിക്കാൻ കാരണം. എല്ലാം അപ്പത്തിൻ്റെ രൂപത്തിലാണ്. അപ്പോഴപ്പോൾ എൻ്റെ മക്കളെ തന്നെ മനസ്സിൽ, ഇപ്പോൾ ജോലി, വീട്, വിവാഹം, ഇതെല്ലാം ഭൗതികമായ അപ്പമാണ്. ഇതെല്ലാം കൃത്യസമയത്ത് നടക്കാതിരിക്കണത് എന്താണ്? എന്നിട്ട് നമ്മൾ ദൈവ തിരുമനസ്സായിട്ട് എടുക്കണത് എന്താണ്? അത് നിത്യതയുടെ ആഹാരമായിട്ട് മാറും. ഇതിന് നമ്മൾ അധ്വാനിക്കുക എന്നാണ് പറയണത്. നിത്യതയുടെ ആഹാരം നമ്മൾ അതും അധ്വാനിക്കേണ്ടതാണ്. നമ്മൾ
ഇപ്പോൾ ഈശോ പറഞ്ഞില്ലേ, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ. അവിടെ വാക്ക് ഭയങ്കര രൂക്ഷമായിട്ടാണ് വന്നിരിക്കുന്നത്. യോഹന്നാൻ 6:27 നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ എന്ന് വെച്ചാൽ, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ എന്ന് പറയുമ്പോൾ നമ്മൾ നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കേ അരുതെന്നല്ല. പിന്നെ ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കും? നമുക്ക് കണ്ണില്ലേ, മൂക്കില്ലേ, നമുക്ക് ഉടുപ്പ് വേണ്ടേ, പച്ചനാണെങ്കിലും ലോഹ വേണം അല്ലേ? അപ്പം നശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കാതെ എന്നുള്ള ഒരു യുക്തിയാണ് അവിടെ ഉള്ളത്. കാര്യം ഈ കക്ഷികളോട് ഈശോ അഡ്രസ്സ് ചെയ്യണം ആരാണെന്നറിയാവോ? തലേ ദിവസം വൈകുന്നേരം ഈശോ അപ്പം വർദ്ധിപ്പിച്ചായിരുന്നു. അതാണ് പ്രശ്നം. തലേ ദിവസം ഈശോ വൈകുന്നേരം അപ്പം വർദ്ധിപ്പിച്ചായിരുന്നു. ആ ഓർമ്മയ്ക്ക് പിന്നെ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് വട്ടിയും കൊട്ടയും എടുത്ത് വന്ന ആൾക്കാരോടാണ് ഈശോ സംസാരിക്കുന്നത്, രണ്ടാമത് സംസാരിക്കുന്നത്, അവരാണ് അഡ്രസ്സ് ചെയ്യണത്. അതാണ് ഈശോ പറഞ്ഞത്, നശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കാതെ. കാര്യം അവർക്ക് നശ്വരമായ അപ്പം അധ്വാനിക്കാതെ കിട്ടിയതാണ് അപ്പം വർദ്ധിപ്പിച്ചപ്പോഴേ. അതുകൊണ്ടാണ് 6:27 അവരെ വീണ്ടും അവരപ്പൻ കൈ നനയാതെ മീൻ പിടിക്കാൻ വന്നപ്പോൾ ആണ് ഈശോ സംസാരിക്കുന്നത്, നശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. എന്നിട്ട് ഈശോ പറയും, അത് ആര് തരുമെന്ന് പറയും. അതാണ് യോഹന്നാൻ 6:27 നശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രം അധ്വാനം. അപ്പം മാത്രമെന്ന് ഞാൻ ചേർത്തതാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈശോ ഉദ്ദേശിക്കുന്നത് അതാണ്. കാര്യം കഴിഞ്ഞ ദിവസം രാത്രി വൈകുന്നേരം അപ്പം വർദ്ധിപ്പിച്ചതാണ്. അവർ തന്നെയാണ് പിന്നെ ഈശോനെ തിരക്കി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരോടാണ് ഈശോ പറയണത്, നശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രം. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇന്നലെ നശ്വരമായ അപ്പം കിട്ടിയതാണ്, അധ്വാനിക്കാതെ കിട്ടിയതാണ്. അപ്പോൾ എപ്പോഴും അധ്വാനിക്കാതെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഇനി അധ്വാനിക്കേണ്ടത് എന്തിനാണ്? അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. അപ്പം നശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. എന്നിട്ട് ഈശോ പറയും 6:68 അത് 6:28 എന്താണ്? അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് നൽകും. പക്ഷേ ഈശോയുടെ ഈ ഓഡിയൻസ് ഇല്ലേ, ഭയങ്കര പ്രബുദ്ധമായ ഓഡിയൻസാണ്. ഓഡിയൻസ് എങ്ങനെയാണ് പ്രബുദ്ധമായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോ വചനം പറയുമ്പോഴേ അതിൻ്റെ കൂടെ പ്രാർത്ഥനയോ ഉള്ളത് കാരണം ഇവർക്ക് അഭിഷേകം കിട്ടിയിട്ട് ഇവർക്ക് ഈശോ എന്താണ് ഉദ്ദേശിക്കണമെന്ന് ഉടനെ മനസ്സിലാകും. അത് അമാവാസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് മനസ്സിലായി എന്താണ് ദൈവവചനം കേൾക്കാനുള്ള ഗ്രഹിക്കാനുള്ള കൃപ കൊടുത്തുകൊണ്ടാണ് വചനം പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛൻ ഇന്നലെ പറഞ്ഞത്, വചനം വായിക്കുന്ന മുമ്പ് തന്നെ പ്രാർത്ഥിക്കണം. എന്താണ്? വചനം ഗ്രഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഉടനെ ജനം ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? കണ്ടില്ലേ വചനം പോണ ബുക്ക് കണ്ടില്ലേ? അതായത് ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവരാകാൻ ദൈവം ഉടനെ ജനം ചോദിച്ചു, നശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി, നിത്യജീവൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. ആ നിത്യജീവൻ ആര് നിങ്ങൾക്ക് നൽകും? മനുഷ്യപുത്രൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറയും. ഈശോ നൽകുമെന്ന്. അപ്പോൾ ഈശോനെ കിട്ടാൻ എന്താ മാർഗം? ഉടനെ ജനത്തിന് മനസ്സിലായി. അഭിഷേക വിധിപ്രകാരം മനസ്സിലായിട്ട് ജനം ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? ദൈവഹിതമനുസരിച്ച്. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി, ദൈവഹിതമനുസരിച്ച് നമ്മുടെ ഹിതം നിറവേറാതെ വരുമ്പോൾ നിറവേറണത് ദൈവഹിതമായിരിക്കും. ആ ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ 6:29 6:30 ഉടനെ യോഹന്നാന്റെ സുവിശേഷം ഉടനെ ഈശോ പറയും, അയച്ചവന് വിശ്വസിക്കുക. ഈശോയിൽ വിശ്വസിക്കാൻ പറയും. ഈശോയിൽ വിശ്വസിക്കുക. അതായത് നമുക്ക് ഒരു വിഷയത്തിൽ നിന്ന് ലഭിക്കണത് ഒന്നെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറും, അല്ലെങ്കിൽ ഈശോനെ ലഭിക്കും. അതാണ്. ഒന്നും ലഭിക്കാതെ ഒരിക്കലും ഇരിക്കത്തില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എങ്കിൽ അത് ദൈവഹിതമായി നമ്മൾ സ്വീകരിച്ചാൽ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഈശോനെ തന്നെയാണ്. ഈശോൻ്റെ കൂടെ പങ്ക്, ഈശോ നേടിത്തന്ന പങ്ക് അത് നിത്യജീവനാണ്. അനുദിന ജീവിതം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമുക്കതിൽ നിത്യജീവൻ ഉണ്ടെന്നറിയണം. അതാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങൾ പാലിക്കുന്നു, അതിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഈശോ പരിസയരോട് പറഞ്ഞത്. ദൈവത്തിലെ ഒരു പ്രാർത്ഥന മിസ്സാകുന്നില്ലെന്നർത്ഥം. ഒരു പ്രാർത്ഥന ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഭൗതികമായിട്ട് ആനുകൂല്യം അതിൽ നിന്ന് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നിട്ടും അതിൽ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് അതിലൂടെ ഈശോനെയാണ്. അതിലൂടെ ഈശോ നേടിയ നിത്യജീവനാണ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ വലിയ വചനങ്ങളാണ് നമുക്ക് വെളിപാട് പോലെ ലഭിച്ചത്. കേൾക്കാത്ത പ്രാർത്ഥന ദൈവനാമത്തിൽ, യേശുനാമത്തിൽ നമ്മൾ ദൈവത്തിന് സമർപ്പിച്ച് കഴിയുമ്പോൾ അത് ആ പ്രാർത്ഥന, ഇപ്പോൾ ജോലി, വീട്, വിവാഹം എന്തായാലും അത് നടന്നില്ലെങ്കിലും, നമ്മൾ ആഗ്രഹിക്കണം നടന്നില്ലെങ്കിലും അത് ദൈവാഗ്രഹമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ നിത്യജീവൻ കിട്ടുമെന്നുള്ള വലിയ സ്വർഗീയ രഹസ്യമാണ് വെളിപ്പെടുത്തപ്പെട്ടത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പലപ്പോഴും എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നടക്കാതെ വരുമ്പോൾ എനിക്ക് നിരാശയും നിക്ഷാഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമ്പോൾ, എൻ്റെ ആഗ്രഹം നടക്കാതിരിക്കുമ്പോൾ അത് ദൈവനാമത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവാഗ്രഹം നടക്കുകയും അതുവഴി ദൈവഹിതം നിറവേറി എനിക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നത് ഞാൻ തിരിച്ചറിഞ്ഞ് അതിലൂടെ എനിക്ക് ലഭിക്കുന്ന നിത്യജീവൻ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അത് നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അത് നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടി, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടി, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത്, നമ്മൾ ഈ നിമിഷം വരെ കർത്താവിൻ്റെ വചനങ്ങളെല്ലാം പ്രാർത്ഥനയോടെ അഭിഷേകത്തോടെ കേൾക്കുകയായിരുന്നു. ഇപ്പോഴും നമ്മുടെ ജീവിതാവസ്ഥകൾ, ഉടമ്പടിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ, ഉടമ്പടി ചെയ്യാത്തവരാണെങ്കിൽ പോലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും വെക്കാൻ സാധ്യതയുള്ള വിഷയങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, ആദ്യമേ നമ്മൾ ചെയ്യുന്നത് ഉടമ്പടി ഏറ്റവും വലിയ ദാനമാണ് സമയം. സമയഘടികാരം നെഞ്ചിലേറ്റിയാണ് പരിശുദ്ധ അമ്മ 2004 ഡിസംബർ 7 പ്രത്യക്ഷപ്പെട്ടത്. അന്ന് മുതൽ നമ്മൾ സമയത്തെ സമർപ്പിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദുർഘടങ്ങളും എല്ലാ സന്തോഷങ്ങളും സംഭവിക്കുന്ന സമയത്തിലാണ്. സമയം ആശീർവദിക്കപ്പെടണം. സമയത്തിലാണ് നമുക്ക് നിത്യത, അന്ന് വേണ്ട ആഹാരം ക്രമീകരിക്കപ്പെടുന്നത്. സമയത്തിലാണ് നമുക്ക് നിത്യത ലഭിക്കുന്നത്.
അതിനുള്ള ആവശ്യമായ കൃപ ലഭിക്കണത് പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ സമയങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, രോഗസൗഖ്യത്തിന്റെ സമയത്തെ സമർപ്പിക്കുന്നു. കടങ്ങൾ പരിഹരിക്കുന്ന സമയത്തെ സമർപ്പിക്കുന്നു. ഇന്റർവ്യൂവിന്റെ സമയത്തെ ഒരു ജോലി ലഭിക്കുന്നതിന് സഹായിക്കുന്ന സമയത്തെ സമർപ്പിക്കുന്നു. ഈശോയെ, ഓപ്പറേഷൻ ഉള്ളവരെ ഓപ്പറേഷൻ സമയത്തെ സമർപ്പിക്കുന്നു. യാത്രയിലുള്ളവരെ യാത്രാ സമയത്തെ സമർപ്പിക്കുന്നു. സ്ഥല രജിസ്ട്രേഷൻ ഉള്ളവരെ രജിസ്ട്രേഷന്റെ സമയത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, കാലാതീതനായ കാലാധികാരിയായ കർത്താവേ, അങ്ങയുടെ വലത് കരത്തെ എന്റെ സമയത്തിന്റെ മേൽ അങ്ങ് അധികാരം സ്ഥാപിക്കണമേ. മറ്റാർക്കും ഒരു ദുർഘടത്തിനും അതിന്റെ മേൽ അധികാരം ഉണ്ടാവാതിരിക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, സമയ ഘടികാരമായി പ്രത്യക്ഷപ്പെട്ട അമ്മേ, എന്റെ ജീവിതത്തിന്റെ സമയത്തെ അനുകൂലമാക്കി മാറ്റുവാൻ ഈശോയോട് പ്രാർത്ഥിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും സ്വർഗീയ മന്ന വഹിക്കും വാഗ്ദാന പേടകമേ. ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മക്കളെ, ത്വക്ക് രോഗികള്, വാതരോഗികള്, വിസർപ്പ രോഗികള്, സോറിയാസിസ് രോഗികള്, വെരിക്കോസിൻ്റെ അസുഖമുള്ളവര്, ഞരമ്പ് പിടഞ്ഞിരിക്കുന്നവര്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, കൃപാസനത്തിലെ അനേകം ത്വക്ക് രോഗികളെ സുഖപ്പെടുത്തിയതിന് ഇപ്പോഴും നന്ദി പറയുന്നു. കർത്താവേ, ത്വക്ക് രോഗികള്, വാതരോഗികള്, വിസർപ്പ രോഗികള്, വെരിക്കോസിന്റെ അസുഖമുള്ളവര്, കർത്താവേ, അങ്ങയുടെ വിശുദ്ധ രക്തം ഉള്ളംകാല് മുതല് ഉച്ചവരെ തളിക്കണമേ. യേശുവേ, മുഴയുള്ളവര്, ശരീരത്തിലെ ഞരമ്പ് പിടച്ചിരിക്കുന്നവര്, വ്യത്യസ്തങ്ങളായ മരവിപ്പ് രോഗമുള്ളവര്, യേശുവിന്റെ വിശുദ്ധ രക്തത്താൽ ഈ നിമിഷം യേശുവിന്റെ വിശുദ്ധ രക്തത്താൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ശ്വാസകോശ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉറക്കമില്ലാത്തവരുണ്ട്, ശ്വാസം മുട്ടല് കാരണം. അണപ്പലുള്ളവരുണ്ട്, നടക്കാൻ പറ്റാത്തവരുണ്ട്, കിടക്കാൻ പറ്റാത്തവരുണ്ട്, പെട്ടെന്ന് കഫം കയറി നിറയുന്നവരുണ്ട്. അതുപോലെ കോവിഡ് രോഗികളുണ്ട്, ചെസ്റ്റ് കഞ്ചക്ഷനുള്ള, ക്വാറന്റൈനിൽ താമസിക്കുന്നവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് അവരെ സ്പർശിക്കും. നിങ്ങൾ കരുതലോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, എല്ലാ കോവിഡ് രോഗികളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, ശ്വാസകോശം തടസ്സമുള്ളവര്, വൈറസ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നവര്, കർത്താവേ, വിശുദ്ധ രക്തത്താൽ ശ്വാസകോശങ്ങളെ കഴുകണമേ. ശ്വാസകോശ രോഗങ്ങള്, വലിവ് രോഗങ്ങള്, ആസ്മ രോഗങ്ങള്, ഹൃദയ സംബന്ധമായ വാൽവിന്റെ തകരാറ് മൂലം ശ്വാസം കിട്ടാത്തവര്, യേശുവിന്റെ നാമത്തില് ശ്വാസകോശ രോഗികള് യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, രോഗം
രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറി വീണാൽ സുഖം നേടട്ടെ, തിരുമുറി വീണാൽ സുഖം നേടട്ടെ. മക്കളെ, കടുത്ത തലവേദന ഉള്ളവർ കണ്ണ് തുറന്നാൽ അടക്കാൻ പറ്റാത്ത വിധത്തിൽ തലവേദന മൂലം കണ്ണിന് കാഴ്ച വരെ മങ്ങുന്നവരുണ്ട്. റെക്കറിങ്ങായിട്ട് ഇങ്ങനെ മാറാതെ നിൽക്കുന്ന തലവേദന കിടന്നു പോകുന്നവരുണ്ട്. മണിക്കൂറുകളോളം ദിവസം തലവേദന വന്നാൽ ദിവസങ്ങളോളം മാറാതിരിക്കുന്നവരുണ്ട്. ഞാൻ എന്തിനാ ഇങ്ങനെ പറയണമെന്നറിയാമോ? ഇപ്പോഴും നമ്മൾ ശ്വാസകോശ രോഗങ്ങളെ പ്രാർത്ഥിക്കാൻ വരുമ്പോഴും ഒരു വ്യക്തിയെ ഇങ്ങനെ കാണിച്ചു, അവരെ കണ്ണിങ്ങനെ ചിമ്മി, കണ്ണ് തുറക്കാൻ പറ്റാത്തൊരു വേദനയാണ്. ഓർക്കുക, ഇപ്പോൾ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും, ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തും. അതുപോലുള്ള ഒരു വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നിർദ്ദേശം നൽകിയിട്ടാണ് ഇപ്പോഴങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ദയവായിട്ട് കണ്ണിന് വേദനയുള്ളവർ, തലവേദനയുള്ളവർ നെറ്റിയിൽ അച്ഛനെപ്പോലെ ഇങ്ങനെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, തലവേദനയുള്ളവരെ, മാറാത്ത വേദനയുള്ളവരെ, ഈശോയെ, കണ്ണ് തുറക്കാൻ പറ്റാത്തവരെ, കിടന്നു പോകുന്നവരെ, 3-4 ദിവസം തലവേദന മാറാതെ നിൽക്കുന്നവരെ, യേശുവിന്റെ നാമത്തിലെ ഈ നിമിഷം സൗഖ്യമാകട്ടെ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദൈവത്തെ ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിടും. ദൈവത്തെ ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിടും. മകളെ, പരിശുദ്ധമായി പ്രത്യക്ഷപ്പെട്ട ദിവ്യാൽത്താറയിൽ നിന്നാണ് ഈ പ്രാർത്ഥനയ്ക്ക് മധ്യസ്ഥം പോകണമെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് വേണം നിങ്ങൾ രോഗസൗഖ്യത്തിന് വേണ്ടി ആരാധനയിൽ പങ്കെടുക്കാൻ. ഈശോ നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ഉദരരോഗികൾ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. മക്കളില്ലാത്തവർക്ക് ഇപ്പോൾ ഉദരത്തിൽ കൈവെക്കാവുന്നതാണ്. RSS രോഗികൾ, ആൾസർ രോഗികൾ, പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, ഗർഭാശയത്തിൽ, അണ്ടാശയത്തിൽ മുഴയുള്ളവർ എല്ലാവരും അടിവയറ്റ് കൈവെക്കട്ടെ. കരട് രോഗികൾ നെഞ്ചിന് താഴെ കൈവെക്കട്ടെ. ഹൃദയത്തിന് അസുഖമുള്ളവർ ഇടത് നെഞ്ചിൽ കൈവെക്കട്ടെ. തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കട്ടെ. എവിടെയാണ് നിങ്ങൾക്ക് അസുഖം, ആ വേദനിക്കുന്ന സ്ഥലങ്ങളിൽ യേശുനാമത്തിൽ അമ്മയുടെ മധ്യസ്ഥ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് ശ്രദ്ധിക്കട്ടെ. നല്ലവനായ ഈശ്വരന്റെ ഉന്നതമായ നാമത്തിന്റെ സ്വന്തം നിന്ന് കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, മഹത്വപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, കിഡ്നി രോഗികളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കിഡ്നി രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തെ കുറിച്ചിന്റെ അടയാളത്തിൽ ഇവിടെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ രോഗികളുടെയും ഓരോ രോഗത്തിന്റെ വിവിധങ്ങളായ രോഗങ്ങളെ യേശുവിന്റെ നാമത്തില് സൗഖ്യപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങളെ സൗഖ്യമാകട്ടെ. അടുത്തുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അടുത്തുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. മകളെ, പെട്ടെന്ന് വിഷയം ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. കർത്താവ് സർട്ടിഫിക്കറ്റുകളെ കുറേ കാണിച്ചു തരുന്നു. ആരുമൊക്കെ കുറേ ഒരു ഓൺലൈനിൽ സർട്ടിഫിക്കറ്റ് വരാൻ താമസിക്കുന്ന കാരണം അഡ്മിഷൻ കിട്ടാത്തവരുണ്ടാവും. സബ്മിഷൻ അയച്ചതാണെന്ന് പറയുന്നത് എവിടെ പോയെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും. ഓൺലൈൻ സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിക്കുന്നവരുണ്ടാകും. ആ സർട്ടിഫിക്കറ്റ് കിട്ടില്ല, പ്രൊഡ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാർ അവർക്ക് സർട്ടിഫിക്കറ്റ് ഉള്ളവർ കയറി ജോലി നിൻ്റെ സീറ്റും ചിലപ്പോൾ നിൻ്റെ കോളേജിലെ സീറ്റ് എടുത്തുനിന്ന് വരും. അപ്പം അങ്ങനെ വിഷമിക്കുന്നവരുണ്ടാകും. ഇപ്പം നമ്മുടെ രേഖകളെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിസ, പാസ്പോർട്ട്, അക്കാമ, മുഴുവൻ സംഭവങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതായത് എഴുതി പ്രൊഡ്യൂസ് ചെയ്യേണ്ട, ഫോറത്തിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട എല്ലാം, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ, കോടതിയിലെ പേപ്പർ ഉൾപ്പെടെ, ആധാരം പോക്കുവരവ് ചെയ്യാനുള്ളത്, അതുപോലെ ആധാരം കാണാതിരിക്കുന്നവർ, ആധാരം പോക്കുവരവ് കിട്ടാൻ തടസ്സമുള്ളവർ, പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും പേപ്പർ കിട്ടാൻ തടസ്സമുള്ളവർ, കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിൽ നിന്നും പേപ്പർ കിട്ടാൻ തടസ്സമുള്ളവർ, എംബസിയിൽ നിന്ന്, പാസ്പോർട്ട് ഓഫീസിൽ നിന്ന്, വ്യത്യസ്തമായ ഇടങ്ങളിൽ നിന്ന് ചിലപ്പോൾ അറബികൾ രേഖകൾ പിടിച്ചു വെച്ചിരിക്കുന്ന കാരണം പ്രയാസം അനുഭവിക്കുന്നവർ, പലതരത്തിൽ രേഖാമൂലമുള്ള വിഷയങ്ങൾ അതിശക്തമായി കണ്ണുനീരോടെ നിറഞ്ഞ കണ്ണോട് നീ പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിൻ്റെ രേഖാമൂലം
ഓരോരോ വിഷയങ്ങൾ ഇടപെടാൻ പോകുന്നു. കർത്താവെ ഇപ്പോഴും ഉറപ്പിച്ചു തന്നതിന് നന്ദി പറയുന്നു. കർത്താവ് ഓരോരോ മക്കള് വ്യത്യസ്തമായ വിഷയങ്ങളുടെ മേലെ കർത്താവ് വയസ്സിൻ്റെ, അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ രേഖകൾ, വസ്തുവിൻ്റെ രേഖകൾ, ജോലി രേഖകൾ, വ്യത്യസ്തമായ ഗവൺമെൻറ് പേപ്പറുകൾ കിട്ടാൻ താമസിക്കുന്നവർ, കിട്ടിയിട്ട് നഷ്ടപ്പെട്ടു പോയവർ, കാണാത്ത പോയവർ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളെ, രേഖകളുടെ തടസ്സങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകുന്നു. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി വളരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി വളരണമേ. നമ്മുടെ രേഖകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജോലി, വീട്, വിവാഹം, യാത്ര, അങ്ങനെയുള്ള എല്ലാത്തിനും രേഖകളുള്ളതാണ്. അപ്പോൾ രേഖസംബന്ധമായ എല്ലാ വിഷയങ്ങൾക്കുമാണ് അച്ഛൻ ഈശോയുടെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നടക്കും. നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓൺലൈനിൽ വന്ന് സാക്ഷ്യം പറയണം. ആശീർവാദത്തിന് മുമ്പ് ഈശോയോട് പറഞ്ഞോ, ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. നമുക്ക് ബുധനാഴ്ച മുതൽ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ വരെ തത്സമയം നിങ്ങൾക്ക് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മുഖത്ത് നോക്കി നേരിട്ട് ജപമാല ചൊല്ലാനുള്ള അവസരമുണ്ട്. ഞങ്ങൾ അച്ഛന്മാർ സിസ്റ്റേഴ്സും അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയുള്ളവരുമാണ് ഇത് ശുശ്രൂഷ നടത്തുന്നത്. അപ്പോൾ ശനിയാഴ്ച പാട് അച്ഛനിരിക്കും, മറ്റുള്ളവർ മറ്റു ദിവസങ്ങളെല്ലാം ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഫേസ്ബുക്കിൽ നിന്ന് ഞങ്ങളിടും. ആ ലിങ്ക് എടുത്തിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ആ ലിങ്ക് വരുമ്പോൾ ആ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സാക്ഷ്യവും പറയാൻ പറ്റും. പക്ഷേ സാക്ഷ്യം പറയുമ്പോൾ ഈ ലിങ്കിൽ പ്രവേശിക്കുന്നവർ സൗകര്യമുള്ളവരെല്ലാം അവിടെ മുഖത്ത് ലൈറ്റ് വീഴുന്ന രീതി വേണം ക്രമീകരിച്ചിരിക്കാൻ. അപ്പം നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയൊരു ടേബിൾ ലാമ്പായാലും മതി. നിങ്ങളുടെ മുഖത്ത് വെച്ചുകൊണ്ട് മുഖത്ത് പ്രകാശം കിട്ടുന്ന രീതി വെച്ച് സംസാരിക്കുകയാണെങ്കിൽ വ്യക്തത കിട്ടും. അപ്പോൾ ലിങ്ക് നിങ്ങൾക്ക് അച്ഛൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കും. FRVP ജോസഫ് കൃപാസനത്തിൽ ലഭിക്കും. അപ്പോൾ അടുത്ത ഞായറാഴ്ച മുതൽ, ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അടുത്ത ആഴ്ച മുതൽ ചൊവ്വാഴ്ച മാത്രമേ ഉടമ്പടി ധ്യാനം ഉണ്ടായിരിക്കുകയുള്ളൂ. അടുത്ത ആഴ്ച മുതൽ ലോക്ക്ഡൗൺ തീരുന്നവരെ ചൊവ്വാഴ്ച മാത്രമേ ഇതുപോലെ ഉടമ്പടി ധ്യാനവും ആരാധനയും ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോഴെല്ലാവരും വന്ന് ഉടമ്പടി ധ്യാനത്തിലും ആരാധനയിലും പങ്കെടുക്കേണ്ടതാണ് കൃത്യമായിട്ട്. കാര്യം ഇപ്പോൾ തിങ്കളാഴ്ച പങ്കെടുക്കുന്ന ആൾക്കാർ തന്നെയാണ് പലരും ചൊവ്വാഴ്ച പങ്കെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ശുശ്രൂഷയായിട്ട് പരിമിതപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അടുത്ത ചൊവ്വാഴ്ച ആഴ്ച മുതൽ ചൊവ്വാഴ്ച തിങ്കളാഴ്ച ധ്യാനമില്ല, ഉടമ്പടി ധ്യാനമില്ല. പക്ഷേ ഞങ്ങൾക്ക് തത്സമയ ജപമാല ഉണ്ടായിരിക്കുന്നതായിരിക്കും തിങ്കളാഴ്ച ഉൾപ്പെടെ. അപ്പോൾ ഉടമ്പടി ധ്യാനത്തിൽ എല്ലാവരും ചൊവ്വാഴ്ച നടക്കുന്ന ഉടമ്പടി ധ്യാനത്തിൽ മുഴുവൻ ആൾക്കാർ വന്ന് പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇപ്പോഴ് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സമാപന ആശീർവാദം. ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ ആവേ ആവേ